എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. മസാല ഒന്നും വഴറ്റാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 450 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇനി ഇതുപോലൊരു പാൻ എടുക്കുക. ആ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു 450 ഗ്രാം ചിക്കൻ മുഴുവനും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തീ നല്ലപോലെ തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. ഇനി ഈ ഒരു ചിക്കന് നല്ല പോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ചിക്കൻ വേകാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആവി കയറുമ്പോഴത്തേക്കും ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും. 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കണേ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം, അതിന് ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ മുഴുവൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/2 കപ്പ് അളവിൽ സവാള ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അരഞ്ഞങ്ങ് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് തവണ നമ്മൾ നിർത്തി ഒന്ന് കറക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 2 പീസ് ബ്രെഡാണ്. ഈ ഒരു ബ്രെഡ് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുത്താണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഒരു പൊടി മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മളിതിലേക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ഈ ഒരു പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിത് കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഉരുട്ടി പൊട്ടിയൊന്നും പോകാതെ നല്ല ഷേപ്പിലാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് ബ്രെഡിൻ്റെ ഒരു പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഇവിടെ കറക്റ്റ് ഭാഗത്തിനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചിക്കൻ്റെ ഒരു മിക്സ് കുറച്ച് ലൂസായി പോയതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ബ്രെഡ് പൊടിച്ചിട്ട് ബ്രെഡിൻ്റെ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ഈ ഒരു പാകത്തിനാകുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ മൈദയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മൊസറല്ല ചീസാണ്. ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ചീസ് കട്ട് ചെയ്തിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ ചീസ് വെക്കാതെ വേണമെങ്കിൽ ഇത് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി ഇത് ഷേപ്പാക്കി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് പുരട്ടുക. എന്നിട്ട് ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചീസില്ലേ, ഈ ഒരു ചീസ് വെച്ച് കൊടുക്കുക.
ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാവുന്നതാണ്. ചീസ് ബോൾസ് ഒക്കെ പോലെ ഒരു ബോൾ പരുവത്തിലാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. നമ്മുടെ ഒരു ഉന്നക്കായുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. ഷേപ്പൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉരുട്ടി വിള്ളലുകളൊന്നും തന്നെ ഇല്ലാതെ ഈ ഒരു ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മൈദയുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും മൈദയുടെ ഒരു പൊടിയാകുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ ഒരു മൈദയുടെ പൊടിയിലൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ വീണ്ടും അടുത്തത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കുക ഇങ്ങനെ. ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പാക്കി കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു മൈദയുടെ പൊടിയിലൊന്ന് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഷേപ്പാക്കി ആ ഒരു മൈദയുടെ ഒരു പൊടിയിലൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2 കോഴിമുട്ട ഞാൻ പൊട്ടിച്ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ട് തന്നെ നമ്മളൊന്ന് അടിച്ചിട്ടെടുക്കണേ. ഇനി നമ്മൾ നല്ലപോലെ തന്നെ ഉരുട്ടി ഷേപ്പാക്കി ആ ഒരു മൈദയുടെ പൊടിയാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയുടെ ഈ ഒരു മിക്സിലൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നൊന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം അപ്പം തന്നെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ അത് കുറച്ചും കൂടി നല്ലൊന്ന് ഉറച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തന്നെ ചൂടായിട്ട് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം കേട്ടോ നമ്മൾ ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീയൊക്കെ ഒരുപാട് കുറച്ച് അധികം ചൂടൊന്നും ഇല്ലെങ്കിൽ നമ്മളിത് ഇട്ട് കൊടുത്ത് കുറേ സമയം എടുക്കും അതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതങ്ങ് പൊട്ടി അങ്ങ് പോവും. അപ്പം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ചിക്കൻ ചീസ് റോൾസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാണ്, നമ്മളിത് ചീസ് ഉള്ളിൽ വെച്ച് ചെയ്തിട്ടുള്ള സ്നാക്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ ഇതുപോലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളിത് കഴിച്ചാൽ മാത്രമേ ഈ ഒരു ചീസൊക്കെ മെൽറ്റ് ആയിട്ടുള്ള ഒരു രീതിക്ക് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഒരു ചീസ് വിരുന്നങ്ങ് തണുത്ത് ചെറിയൊരു കട്ട പോലെ ഒരു രീതിക്കായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ ആ ഒരു ചീസും നല്ലപോലെ തന്നെ മെൽറ്റായിട്ട് ആ ഒരു രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കച്ചപ്പോ അല്ലെങ്കിൽ ഗാർലിക് മയോണൈസോ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കഴിക്കാനായിട്ട്. ഇതുപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.